കുറിച്ച് എന്താ പറയാ? ഇന്നത്തെ മഴ എന്ന് പറഞ്ഞാല് ഭയങ്കര മഴയാ. എല്ലാവർക്കും ചുറ്റി ഭയങ്കര മഴയാ, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നാ ഞങ്ങൾ അൽമയെ പോയിട്ട് വരാം. എന്നാ വ്ലോഗ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മുർഷിയാണ്. പ്ലീസ് മുർഷി പ്ലീസ് കണ്ടിന്യൂ. നമ്മള് ചായ അടിക്കാൻ പോവാണ്. എല്ലാ യൂട്യൂബറാ ഞാൻ സപ്പോർട്ടർ ലിങ്ക് രാത്രി അയക്കാം. എങ്ങനെ പോണ്? എങ്ങനെ നോക്കാനല്ല. ഓക്കെ അതൊക്കെ കൊടുക്കുവോ? പറയും എന്തേലും പറയും. എന്താ പറയാ? എന്താണ് പറയാനുള്ളത്? ഹലോ, ലീവിനെ കുറിച്ച്, ഇന്നത്തെ ചുട്ടിയെ കുറിച്ച്? ചുട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ രസകരമായ ഒരു ചുട്ടിയായിരുന്നു. രാവിലെ ഞാൻ നേരത്തെ എണിച്ച് പോയതാണ്. സംഭവം ഫ്ലോപ്പായി പോയി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്, എന്താ പറയാ, DP-യിൽ വെള്ളം കയറി കിടക്കുകയാണെന്ന്. ഞാൻ പോയ വണ്ടി 5 റുപ്യ കൊടുത്തിട്ട് ഞാൻ ഏതോ ഒരു കാക്കാന വണ്ടിയിലാണ് പോയത്. പച്ചാള വണ്ടിയില? പച്ചയല്ല, ഏതോ ഒരു ബംഗാളി കാക്ക. പക്ഷെ മൂപ്പരെന്താ പറ്റി, അങ്ങനെ പോയി. നമുക്ക് നടന്ന് സംസാരിക്കാം. കമോൺ ഗൈസ്, അല്ല സോറി, നിമിൽജി കമോൺ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചങ്ങായിന് മൂപ്പരം പോയി തിരിച്ചങ്ങനെ പോയി അവിടെ കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സീനാണ് ഇവിടെ, കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് സംഭവം സീൻ തന്നെയാണ്. അവിടെ കാണിച്ചു കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത് അഴിച്ചു കൊടുത്തു. ഞാൻ മെയിനായിട്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു താക്കോൽ എൻ്റെ കയ്യിലും അവിടുത്തെ ഒരു ക്യാഷും എൻ്റെ കയ്യിലാണ്. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ടൊരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പൂവന്നെ വേണം. അപ്പോൾ എന്തായാലും വൈകിയാലും കുഴപ്പമില്ല, പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ പിന്നെ അവിടുത്തെ സൂപ്പർവൈസർ സോർട്ട് ചെയ്തു. എന്നിട്ട് തിരിച്ചതേപോലെ തന്നെ ആ കാക്ക ഞാൻ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ കാക്ക ഇങ്ങനെ ഒരു ഡ്രിഫ്റ്റ് അടിച്ചു ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്നിട്ട് പറഞ്ഞു, സൈഡിൽ നിന്നിട്ട് ചിരിക്കണ നോക്കിട്ട് കേറി പറഞ്ഞു. 5 റുപ്യ കൊടുത്തോളൂ. തിരിച്ചിങ്ങനെ വരാൻ 5 റുപ്യ മൂപ്പരെന്നെ മൂപ്പരെ കേട്ടിട്ട് വന്നു. അവന് പ്രശ്നമല്ല. പിന്നെന്താ എങ്ങനെയാ പോണു? യെസ്, യാസ്മഡിന് എന്താ പറയാനുള്ളത്? യാസ്മഡ് പ്ലീസ് കണ്ടിന്യൂ. യാസ്മഡ് മഴയാണെങ്കിലും സുനാമി ആണെങ്കിലും രാവിലെ 7 മണിക്ക് തുറക്കും. എല്ലാരും ഡ്യൂട്ടിക്ക് വരും. നീന്തിയിട്ടാണെങ്കിലും വന്നിരിക്കും. അതുതാ യാസ്മഡ്. അതുതാ പറയാ, മുർഷിനെ സംബന്ധിച്ചിടത്തോളം ഫാർമസി കൈകാര്യം ചെയ്യുന്ന മുർഷിയാണ്, മരുന്ന് കൈകാര്യം ചെയ്യുന്ന മുർഷിയാണ്. ആരെന്ത് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ഏത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണം, അത് മുർഷിദ് പറയും. അതെ. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? അതെന്താണ്, നമ്മള് ഏത് മെഡിസിനാ നമ്മളെ കയ്യിലുള്ളത് അത് പേഷ്യന്റിന്. ഇത് പനിക്കുള്ളതാണ് ഈ പനിക്ക്, വയറ്റു നോക്കിനുള്ളതാണ് വയറ്റു നോക്കി. ചിലപ്പോ കിഡ്നിയുടെ മരുന്നൊക്കെ എടുത്തിട്ട് പനിക്കുള്ളതൊക്കെ പറഞ്ഞ് കൊടുക്കണൊക്കെ ഉണ്ട്. അല്ലാതെ വരും മുർഷി എന്റെ കിഡ്നി പോയി പറഞ്ഞിട്ട് വരും. അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നേരെ പോവുക ഡോക്ടറെ. ഈ ഹോസ്പിറ്റലിൽ വർക്കാവില്ല, വേറെ ഹോസ്പിറ്റലിൽ വെക്കോ, ഇൻഷുറൻസ് കിട്ടില്ല, സോറി, ഓക്കെ ബൈ. കട്ട് ചെയ്തോ? നമുക്ക് കട്ട് ചെയ്യാലേ? എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്യണോ? അൽമ എത്തിയിരിക്കുന്നു. അൽമയിൽ നിന്ന് ഇവിടെ അത്യാവശ്യം എല്ലാ കടകളും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജ്യൂസി ലാൻഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ജ്യൂസി വേൾഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഹോട്ട് പെപ്പർ ഉണ്ട്. മുർഷിദ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജ്യൂസി ലാൻഡ്, കഫ്തീരിയ, അൽമയ, DP 2 ഇത് 1 എന്തായാലും ആട്ടെ. യെസ് മുർഷിദ് പറയൂ, എന്താ വേണ്ടത്? ഇവിടെ ബെസ്റ്റ് ചായ തന്നെ. വൈബുള്ള കട എവിടെയാ? വൈബല്ല നോക്കണ്ടോ? വൈബ് പിന്നെ ഫ്രഷ് കിട്ടുന്ന കൂടെയാണ്. അപ്പുറത്ത് കുപ്പിയില ഇത് രണ്ടുമോ ഏട്ടനടിയന്മാരെടാ. എനിക്കത് ഇഷ്ടപ്പെട്ട്. നോക്ക് ആ കടയിൽ നോക്കി, ഈ കടയിൽ നോക്കി, എന്നിട്ട് അതൊക്കെ വൈബ് അടിച്ച്. പറയൂ. യെസ്, നമ്മൾ നിമിൽജിക്ക് കൈകാര്യം ചെയ്യാണ്. നിമിൽജി പറയൂ. നിമിൽജി ഒന്നും തന്നെ പറയാനില്ല. കുറച്ചേരം കഴിഞ്ഞ ഡ്യൂട്ടിക്ക് പോകണം. എല്ലാവർക്കും ഓഫാണ് റൂമില്. പക്ഷെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിരിക്കും. നീന്തി തുടങ്ങി ഞങ്ങൾ പോയിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്പനേരം കഴിഞ്ഞ് കാണാം. ബ്രേക്ക്. മുർഷിദ് ഒരു വ്ളോഗ് പൂജ ചെയ്യൂ പ്ലീസ്. വ്ളോഗിന്റെ ആരംഭം ഐശ്വര്യമായി സംഘടിപ്പിക്കാനും
പിന്നെ ഇതിന്റെ ഒരു നയപരമായ രീതി ഒന്നൊന്ന് പറ, ഇതിനെങ്ങനെ നയപരമായ രീതി എനിക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങളെ പൂജകൾ എങ്ങനെയൊന്ന് പറഞ്ഞു അറിയില്ല. ഓക്കെ. ഓക്കെ, ഇത് ഞാനും ഓക്കെ അസിസ്റ്റന്റ് ഡയറക്ടറും ഓക്കെ ഓക്കെ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറും ആൻഡ് മണി അടിക്കാനുള്ള ആശാനും കൊളുത്തുകയാണ്. ഇത് കത്തണില്ലടാ. ആ കത്ത് തിരിക്കി ക്യാമറ. ആ വേണ്ടി ഡയറക്ടർ വിളിക്കുന്നു. ഡയറക്ടർ സാർ, ഡയറക്ടർ സാർ, ഡയറക്ടർ സാർ, ആക്ടർ 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 ഹൗ ആർ യു? എങ്ങനെയുണ്ടായിരുന്നു പഴയ ഷൂട്ടിംഗ്? സൂപ്പറായിരുന്നു. എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും നോക്കാം. എങ്ങനെയായിരുന്നു? ഇത് അത്ഭുതകരമായ ഒരു നടനാണ്. ഈ നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാവ്യാത്മകമായും ആലപിക്കാനും അഭിനയിക്കാനും കഴിവുള്ള ഒരു അസാധ്യമായ ഒരു നടനാണ്. കണ്ണുകൊണ്ട് പ്രകടനം കാഴ്ചവെക്കാൻ ഫാസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് പ്രകടനം കാണിപ്പിക്കാൻ പറ്റിയ അതിശയിപ്പിക്കുന്ന ഒരു നടനും കൂടിയാണ്. അതിശയിപ്പിക്കുന്ന ഒരു നടൻ. ഡയറക്ടർ സാറുണ്ട്. ഡയറക്ടർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർ സാർ തന്നെ പറയും. കയ്യിൽ കണ്ടില്ലേ ഇലുമിനാറ്റി ആൻഡ് അഡ്വഞ്ചർ ഇഷ്ടമുള്ള ഒരു നടൻ ഡയറക്ടർ സാർ. ഡയറക്ടർ സാർ പറയൂ പറയുന്നില്ല. എന്താ സാർ അങ്ങനെ പറയല്ലേ സാറ്? എന്തെങ്കിലും പറയൂ സാർ, എന്തെങ്കിലും പറയൂ സാർ, പറയൂ സാർ. വരുന്നു ഓരോരുത്തരെ കണ്ടുകൊണ്ടാണ് വരാൻ. ഡയറക്ടർ നമുക്ക് ഇനി അസിസ്റ്റന്റ് ഡയറക്ടറോട് സംസാരിക്കാം. ക്യാമറമാനോനെ ക്യാമറമാൻ, യെസ് ക്യാമറമാൻ. വലിയ നന്ദിയുണ്ടേ. അതെ ഓക്കെ, എന്തെങ്കിലും പറയൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വളരെ വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു മഴയെ കുറിച്ച് ഒരു പാട്ട് പാടും ക്യാമറമാൻ. മഴ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വേറെ ഒരു പാട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല, എന്നത് പിടിച്ചടാ. മഴയെ കുറിച്ച് കണ്ടു. യെസ് മഴ 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 അല്ല, മഴയെ കുറിച്ച് ഇപ്പൊ എന്താ പറയാ? മഴ മഴ അങ്ങനെയല്ല, കറക്കുമ്പോഴാണ് കളിക്കുമ്പോഴാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പ്രതീകമാണ് മഴ. മഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനായി ഒന്നും കിട്ടുന്നില്ല. നാട്ടിലെല്ലാം ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ മണ്ണിൽ വീഴുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്, ഒരു മണം വരാനുണ്ട്, മണ്ണിന്റെ ഗന്ധം. അത് നമുക്കത് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അതെന്താ ഇവിടുത്തെ മണ്ണിന്റെ കുഴപ്പമാണോ ഇവിടുത്തെ ഇതാണോ അറിയില്ല. അത് അറിയില്ല. അത് നമുക്ക് അല്ല, മണ്ണിന്റെ കുഴപ്പമില്ല, ഇവിടെ മരുഭൂമിയാണുള്ളത്, അതുകൊണ്ടാണ് കിട്ടാത്ത. അതുകൊണ്ട് മണ്ണല്ലേ മണ്ണല്ലേ ഇവിടെ മരുഭൂമിയിലുണ്ട്. ആരാ അതിഥി? ആരാ ലാൻസർ അതിഥി? ലാൻസർ അതിഥി ഒന്നും വേണ്ട. വേണ്ടടോ. എന്തിനാടാ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കടന്നു കളിക്കുന്നത്? അതെ യെസ്. വേറെന്തെങ്കിലും സൂചിപ്പിക്കാനില്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് അവസാനിപ്പിച്ചാലോ? ഓക്കെ. ക്യാമറമാൻ നിബിലിനോടൊപ്പം ലൈറ്റർ കൊണ്ട് ഹാഷിം.